ഹായ് ഹലോ നമസ്കാരം. ജിത്തു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ തനി നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പരിചയപ്പെട്ടാലോ. 10 തരം പച്ചക്കറിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വലിയ തട്ടിൽ നിരത്തി വലിയ പീസുകളാക്കി മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ. പിന്നെ പുളി ഒരു നെല്ലിക്ക വലിപ്പം. ആദ്യം നമ്മൾ കുക്കറിൽ പരിപ്പ് കഴുകിയിട്ടിടുക. അതിലേക്ക് ചേന, കായ, മത്തങ്ങ, കുമ്പളങ്ങ, സബോള, പിന്നെ ഒരു കഷ്ണം കായം, ഇതിട്ടാൽ നല്ലതാണ്. ഇതിലേക്ക് കിഴങ്ങും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കപ്പോളം ഒഴിക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. 2 വിസിൽ. നാളികേരം വറുത്താലോ. നാളികേരം വറുക്കാനായി നമുക്ക് ചട്ടി വയ്ക്കുക. അതിൽ നാളികേരം, പിന്നെ ഉലുവ, ചുവന്നുള്ളി, ഒരു 3-4 ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം കായം ഇത് നന്നായി വറുക്കുക. നന്നായി വറുത്തിട്ട് അത് വറുക്കാനായി വെളിച്ചെണ്ണ പാകത്തിന് ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് അതിൽ ഹൈലൈറ്റ്. ഇത് നന്നായി നമ്മൾ വറുക്കുക. ഒരു പുളിയൂറുമ്പില്ലേ അതിൻ്റെ ഒരു കളറ് ആവണ വരെ വറുക്കുക. ചിലവർ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്തിട്ടാണ് കറി വയ്ക്കുക. ഞങ്ങൾ ഇവിടെ നാളികേരം വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇതിടാം, സാമ്പാർ പൊടി. ഞാൻ അതിലിടണമെന്നില്ല. എന്നിട്ട് നന്നായി വറുത്ത് മൂപ്പിക്കുക. പൊടികളിലെ പച്ചമണം പോകണ വരെ അങ്ങോട്ട് നന്നായി ഇളക്കി വറുത്തെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയിട്ട് അരച്ചെടുക്കുക. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. 5 പേർക്ക് ഞങ്ങൾ 5 പേർക്ക് കഴിക്കുന്ന കറിയല്ല ഇതിപ്പോൾ. ഒരു 10 പേർക്കുള്ള കറിയുണ്ട്. അതിനുള്ള കറിയുടെ കൂട്ടുണ്ടില്ലേ. പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്തു. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ആ കുക്കറിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുക. പിന്നെ ബാക്കി വേവ് കുറവുള്ള കഷ്ണങ്ങൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത്. ഈ തക്കാളി ഞങ്ങളുടെ ഉണ്ടായതാട്ടാ. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇല ഉണ്ടായത് ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ്, നാടൻ. കഴിഞ്ഞ കൊല്ലം ഞങ്ങളിവിടെ മത്തങ്ങയൊക്കെ ഉണ്ടായതാണ്. കുറേ മത്തങ്ങ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും പിടിച്ചില്ല, ഒക്കെ പോയി. ഒക്കെ ഇവിടെ പൂവൽ മാത്രമല്ല, ആകെ മൊത്തം കാടായി ഇപ്പോൾ അവിടെ. അതിലേക്ക് പച്ചമുളക്, പിന്നെ വെണ്ടക്കായ, ലാസ്റ്റ് മുരിങ്ങക്കായ ഇട്ട് വേവിക്കുക. അല്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കുടയും ഒക്കെയാണ്. ചിലർ വെണ്ടക്കായ എണ്ണയിലിട്ട് ഇതാക്കിയിട്ടാണ് ഇടുക. പക്ഷേ എനിക്ക് അതിനോട് അത്ര താല്പര്യമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ടിസ്റ്റ്. കുക്കറിൽ വെക്കാൻ ഇരുന്ന ഞാനാണ് കുക്കർ കവിഞ്ഞൊഴുകിയാനപ്പോൾ എന്തായി, ചെരുവത്തിലേക്ക് മാറ്റേണ്ട ഗതികേടായി. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇടുക. പിന്നെ നാളികേരം അരച്ച് ചേർക്കുക. കറി എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം, നമ്മുടെ ആവശ്യത്തിന് വെള്ളം. എനിക്ക് നല്ല കട്ടിയൊന്നും ഇഷ്ടമല്ല, ലൂസ് വരും. നല്ല ലൂസും അല്ല. അങ്ങനെ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക. നന്നായി തിളപ്പിക്കുക. കടുക് പൊട്ടിക്കാനായി ചീനച്ചട്ടി അടപ്പത്തേക്ക് വയ്ക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ട് കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇടുക. അത് ഞാൻ കറിയിലേക്ക് ഒഴിക്കുക. അങ്ങനെ രുചികരമായ സാമ്പാർ റെഡി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇട്ടോളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.